പത്തനംതിട്ട UDF MP ആന്റോ ആന്റണി നേരത്തെ പുറത്തിറങ്ങിയ 2 സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഒരു പുതിയ ഫ്രഷ് ഐറ്റം കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ KPCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ, NIA ബില്ലിലെ എൻ്റെ വോട്ട് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയത് എത്തിയിരിക്കുന്നത്. ഇക്കുറി കുറച്ച് വെല്ലുവിളിയാണ്, അതും തോമസ് ഐസക്കിനോട്. മാധ്യമങ്ങളെ മുന്നിലിരുത്തി താൻ എത്ര വിവരം കെട്ടവനാണെന്നുള്ള ഒരു സ്വയം തുറന്നുകാട്ടൽ കൂടിയായിരുന്നു പുതിയ ചിത്രം. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കോളേജിൽ നടന്ന ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം അത് മുഴുവൻ SFയുടെ തലയിലൊന്നും കെട്ടണ്ട. അല്ല ഇല്ല, അപ്പൊ അങ്ങനെ മതി, അത്ര എടുത്താൽ. ഇങ്ങനെയുള്ള മോശത്തരം നടന്നിരിക്കുന്നു, പാടില്ല. 2-3 ഡസൻ പിള്ളേര് കോളേജിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ KSUക്കാരൻ മരിച്ചിട്ടില്ല, മുഴുവൻ SFIക്കാരാ. ഈ ജില്ലയിൽ എത്ര പേര്? തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ പുണ്യാളാണ് ആരും നോക്കണ്ട കേട്ടോ. 3 ഡസൻ പിള്ളേരെ കോളേജിൽ കൊന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം. അതേ ഈ ജില്ലയില് ജോസ് എത്ര പേര് SFIക്കാർ കൊല ചെയ്ത തലയെ വെച്ചോണ്ടാ മതി. കാരണം കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് വന്നിരുന്നു ഇങ്ങനെ വർത്തമാനം പറയുന്നത് വസ്തുതയായിട്ട് ഒരു KSUക്കാരൻ SFI കൊലപ്പെടുത്തിയിട്ടുള്ള പേര് പറ. ചലഞ്ചിങ് പറ. SFIക്കാരെല്ലാം മാലാഖമാരാണ്. അവരെ തലയെടുത്തുകൊണ്ടിരിക്കും. മഹാരാജ് കോളേജ് ആയാലും ഇപ്പൊ ഈ പോക്കോട്ട് കോളേജ് ആയാലും സകല കോളേജിൽ അവർ നടത്തുന്നത് ദേശസ്നേഹപരമായ കാര്യങ്ങളാണ് നടത്തുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലല്ല കേട്ടോ. അങ്ങനെയല്ല ആൻഡോ. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ 32 SFIക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ. SFI കൊല ചെയ്ത വധിച്ച ഒരു KSU പ്രവർത്തകന്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു. നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. കണക്കുണ്ട്, ഞാൻ കണക്ക് തന്നെ കൃത്യം ലിസ്റ്റ് തന്നെ തരാം. അത് ഞാൻ ഓർത്തെടുത്തോണ്ടല്ല വന്നിരിക്കുന്ന കണക്കുണ്ട്. കേരളത്തിൽ എത്ര KSUക്കാരെ കൊലപ്പെട്ടിട്ടുണ്ടെന്നുള്ള കണക്ക് നാളെ ഈ പ്രസ് ക്ലബ് ഇതേ സമയത്ത് ഇവിടെ വെച്ചാൽ സന്തോഷം. ചെയ്യണം. ഞാൻ പറയാം അതിന്റെ കൃത്യ ലിസ്റ്റ് നാളെ ഇതേ സമയത്ത് ഈ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി ഞാൻ പറയാം. SFIക്കാരായിരുന്നു വിഷയം. കേട്ടില്ലേ, ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. നേരത്തെ വെല്ലുവിളിയൊന്നും ഇല്ലാതെ മൈക്കിന്റെ മുന്നിൽ സ്വയം തന്നെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞടുങ്ങുന്നതും മറ്റൊരു മൈക്കിന്റെ മുന്നിൽ KPCC പ്രസിഡന്റ് K. സുരേന്ദ്രനാണെന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഈ വെല്ലുവിളി. SFIക്കാരാൽ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമത്രേ. പ്രസിദ്ധീകരിച്ചിട്ട് പോയാ മതി, പ്രസിദ്ധീകരിച്ചേ മതിയാവൂ. നേരത്തെ സ്വന്തം KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് K. സുരേന്ദ്രനാണെങ്കിലും ഈ നാട്ടുകാർക്കെല്ലാം K. സുധാകരനാണ്. ആ സുധാകരൻ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമാനമായ ഡയലോഗ് അടിച്ചിരുന്നു. ആ ഡയലോഗ് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അതൊന്നും ഇദ്ദേഹം കണ്ടിട്ടേ ഇല്ല. കാര്യം അതിനൊക്കെ സമയം വേണ്ടേ. ഫുൾ ടൈം ടൂറായിട്ട് കറങ്ങി നടക്കുന്ന ഒരാൾക്ക് ഇതൊന്നും അറിയണ്ടേ. അതുകൊണ്ടാണല്ലോ KPCC പ്രസിഡന്റ് പറ്റിയ അതേ അക്കിടി ഇദ്ദേഹത്തിനും പറ്റിയിരിക്കുന്നത്. ഇന്നെന്തായാലും ലിസ്റ്റ് പുറത്തു വരും. ആ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. SFIക്കാരാൽ കൊല്ലപ്പെട്ട ക്യാമ്പസിലെ KSUക്കാരുടെ പേരുകൾ 30 പേര് പറയാമെന്ന് തോമസ് ഐസക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈവശം ലിസ്റ്റില്ല, നാളെ ലിസ്റ്റുമായി വരുമെന്ന്. ആ ലിസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. ഇനി കട്ട വെയിറ്റിംഗ്.